ഹലോ ആർമീസ്, നമ്മൾ 4-5 ഡേയ്സ് കഴിഞ്ഞാണ് ഒരു അപ്ഡേഷൻ വീഡിയോ ഇടുന്നത്. കാരണം ഞങ്ങളുടെ വീട് കോട്ടയമാണ്. സോ അവിടെ അമ്പലത്തിൽ ഉത്സവമാണ്. അതിൻ്റെ അടുത്താണ് ഞങ്ങളുടെ വീട്. അപ്പോൾ ഫുൾ ടൈം മൈക്കിൻ്റെ സൗണ്ടാണ്. ദക്ഷിണ മൂകാംബി ടെമ്പിൾ ആണ്. അതുകൊണ്ട് ഫുൾ ടൈം കലാപരിപാടികളൊക്കെ നടക്കുകയാണ്. ഓൾമോസ്റ്റ് രാത്രി 1-2 മണിയൊക്കെ ആകും മൈക്കൊക്കെ ഓഫ് ചെയ്യാൻ. അതാണ് വീഡിയോ ഒന്നും ചെയ്യാഞ്ഞത്. ഈ വീഡിയോ ആണെങ്കിൽ നമ്മൾ 2 മണി കഴിഞ്ഞാണ് റെക്കോർഡ് ചെയ്തത്. ഓക്കെ, ലാഗ് അടുപ്പിക്കുന്നില്ല. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം. നമുക്കിന്ന് BTSന്റെ 3 അപ്ഡേഷനാണ് ഉള്ളത്. 2024 AMAയുടെ ഐക്കോണിക് ബോയ് ബാൻഡ് ട്രിബ്യൂട്ട് വീഡിയോയിൽ BTSനെ കുറിച്ച് പരാമർശിക്കപ്പെട്ടു. 2024 ഒക്ടോബർ 7 അമേരിക്കൻ മ്യൂസിക് അവാർഡുകൾ 2024 അവരുടെ 50ാം സീസൺ ആഘോഷിക്കുമ്പോൾ ചില ഐക്കോണിക് ബോയ് ബാൻഡുകളെ അംഗീകരിക്കുന്ന ഒരു പ്രത്യേക ട്രിബ്യൂട്ട് വീഡിയോ കാണിച്ചിരുന്നു. ഈ വീഡിയോയിൽ ഇവർ ആദ്യം കാണിച്ചത് BTSനെയാണ്. ലോകമെമ്പാടുമുള്ള ആരാധകരിൽ നിന്ന് ശ്രദ്ധ ഈ വീഡിയോയിൽ ലഭിച്ച ആദ്യത്തെ ബോയ് ബാൻഡ് ഗ്രൂപ്പാണ് BTS. 7 വർഷം മുമ്പ് BTS അമേരിക്കൻ മ്യൂസിക് അവാർഡിൽ DNA എന്ന ഗാനവുമായി US സ്റ്റേജ് അരങ്ങേറ്റം നടത്തി. ആ അവാർഡ് ഷോയിൽ ആദ്യമായി പെർഫോം ചെയ്യുന്ന K-pop ഗ്രൂപ്പായി BTS മാറിയിരുന്നു. 2024 ഓഡിയൻസിൽ കാര്യമായ സ്വാധീനം ചെലുത്തുന്ന ശ്രദ്ധേയമായ ബോയ് ബാൻഡുകളിലൊന്നായി BTS അംഗീകരിക്കപ്പെട്ടു. അതേസമയം AMAയുടെ ട്രിബ്യൂട്ട് വീഡിയോയിൽ ഇടം നേടിയ ഏക ഏഷ്യൻ K-pop ഗ്രൂപ്പും ഇവരായിരുന്നു. കൂടാതെ ഇവർ ഒരുപാട് പേർക്ക് പ്രചോദനമായി. ഈ വീഡിയോ ഒരു ഡെമോൺസ്ട്രേഷൻ ആണ്. ബോയ് ബാൻഡ്സ് ഹു പേവ്ഡ് ദ വേ ഫോർ അതേഴ്സ്, ബാക്ക്സ്ട്രീറ്റ് ബോയ്സ്, ന്യൂ എഡിക്ഷൻ, ന്യൂ കിഡ്സ് ഓൺ ദി ബ്ലോക്ക്, വൺ ഡയറക്ഷനെ ഒക്കെ പിന്തള്ളിയാണ് BTSനെ AMA അവാർഡ് ഷോയിൽ ഒന്നാമതായി കാണിച്ചത്. കൂടാതെ ഒരുപാട് ഏഷ്യൻ ആർട്ടിസ്റ്റുകൾക്കും ഇവർ സക്സീഡ് ആകാനായി പ്രചോദനമായി. അടുത്തത് ജിമ്മിന്റെ ഒരു അപ്ഡേഷൻ ആണ്. BTS ജിമ്മിന്റെ ഏറ്റവും പുതിയ സിംഗിളായ ഹൂ സ്പോട്ടിഫൈ ഹിസ്റ്ററിൽ 700 മില്യൺ സ്ട്രീമുകൾ ഏറ്റവും കൂടുതൽ വേഗത്തിൽ മറികടന്ന കൊറിയൻ ഗാനമായി മാറി. 2024 ജൂലൈ 19 പുറത്തിറങ്ങിയ ജിമ്മിന്റെ 2ാമത്തെ സോളോ ആൽബമായ മ്യൂസിലെ പ്രധാന സോങ് ആണ് ഈ ട്രാക്ക്. ലോകവ്യാപകമായി iTunes സോങ് ചാർട്ടിലും യൂറോപ്യൻ iTunes സോങ് ചാർട്ടിലും 24 ഹവേഴ്സിനുള്ളിൽ 111ലധികം കൺട്രീസിൽ 1ാം സ്ഥാനത്തെത്തിയ സോങ് കൂടിയാണിത്. ബിൽബോർഡ് 200 ചാർട്ടിൽ ഈ ആൽബം 2ാം സ്ഥാനത്തെത്തിയിരുന്നു. അടുത്തത് ഹോബിയുടെ ഒരു അപ്ഡേഷൻ ആണ്. ഹോബിയുടെ മിലിറ്ററി സർവീസ് അവസാനിക്കാനായിട്ട് ഇനി 9 ദിവസം കൂടിയുള്ളൂ. നമ്മുടെ ഒപ്പം ആ ദിവസം കൗണ്ട് ചെയ്തിരിക്കുകയാണ് ഹോബി, കൂടാതെ ജിന്നും. മാത്രമല്ല, ജിന്നിന്റെ ന്യൂ ആൽബം ഇറങ്ങാനായിട്ട് ഉടനെ ചാൻസ് ഉണ്ട്. ജിൻ അതിനുള്ള തയ്യാറെടുപ്പിലാണ്. സോ നമുക്ക് ഇവരിൽ നിന്ന് ഇനി ഒരുപാട് അപ്ഡേഷൻസ് ഒക്കെ പ്രതീക്ഷിക്കാം. അപ്പൊ ആർമീസ്, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് അപ്ഡേഷൻ ആയിട്ട് കാണാം. ബൈ ആർമീസ്.